ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ആണ്. അപ്പോൾ വാരിയേഷണൽ പ്രിൻസിപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ദ ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വാരിയേഷൻ പ്രിൻസിപ്പിളിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു വാരിയേഷൻ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെൽറ്റ വാരിയേഷൻ. സ്മോൾ ഡെൽറ്റ വാരിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാപിറ്റൽ ഡെൽറ്റ വാരിയേഷനാണ്. ഡെൽറ്റ വാരിയേഷൻ. അപ്പോൾ ഈ ഡെൽറ്റ വാരിയേഷൻ പറഞ്ഞാൽ ഒരു ജനറൽ ടൈപ്പ് ഓഫ് വാരിയേഷൻ ആണ്. ഇവിടെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമ്മൾ എൻ പോയിൻറ്റ്സിൽ, അതായത് നമ്മൾ രണ്ട് പാത്ത് കൺസിഡർ ചെയ്യില്ല. അപ്പം എൻ പോയിൻറ്റ്സിൽ ഈ എൻ പോയിൻറ്റ്സ് ഓഫ് ദ പാത്ത് പൊസിഷൻ കോർഡിനേറ്റ് ഫിക്സഡ് ആയിട്ടും ടൈം കോർഡിനേറ്റ്സ് ഈസ് അലൗഡ് ടു ചേഞ്ച്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് വാരിയേഷൻ ആണ്, അല്ലെങ്കിൽ വാരിയേഷൻ മെത്തേഡാണ് ഡെൽറ്റ വേരിയേഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ ഈ എ പി ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആക്ച്വൽ പാത്ത്. എ ഡാഷ് പി ഡാഷ് പി ബി ഇ ഡാഷ് എ ഡാഷ് പി ഡാഷ് ബി ഡാഷ് ഇവിടെ ബി ഡാഷ് റെപ്രസെൻ്റ് ദ വാരിഡ് പാത്ത്. അപ്പം ഈ എൻ പോയിൻ്റ് പറഞ്ഞാൽ ഇതല്ലേ എൻ പോയിൻ്റ്, രണ്ട് പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെങ്കിലും എൻ പോയിൻ്റിലാണെങ്കിലും രണ്ട് പോയിൻ്റ്. ഈ പോയിൻ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ഫിക്സഡ് ആണ്, ബട്ട് ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമിലർലി ബിയിലും ബി ഡാഷിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ എൻ പോയിൻ്റ് ഓഫ് ദ പാത്ത് എ ആൻഡ് ബി ആഫ്റ്റർ ടൈം ഡെൽറ്റ ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ ഡാഷ് ആയിട്ടും ബി ഡാഷ് ആയിട്ടും എടുത്തിട്ടുള്ളത്. അവിടെ എന്തില്ല, കോർഡിനേറ്റിന് ചേഞ്ച് ഇല്ല, ഓൺലി ഡെൽറ്റ ടി ആഫ്റ്റർ ടൈം ഡെൽറ്റ ടി, അതായത് ടൈമിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്മോൾ ഡെൽറ്റ വാരിയേഷനിൽ നമ്മൾ അവിടെ പൊസിഷൻ കോർഡിനേറ്റിൽ ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ഡെൽറ്റയിലേക്ക് പോവുകയാണ്. സോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ഓഫ് ക്യൂ കെ ഓഫ് ടി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ക്യൂ കെ ടി ടു ഈക്വൽ ടു 0. ഇത് നമ്മൾ സ്മോൾ ഡെൽറ്റ ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തുള്ളതാണ്. ഇവിടെ ക്യാപിറ്റൽ ഡെൽറ്റ വാരിയേഷനിൽ എന്താണ്, ഡെൽറ്റ ക്യൂ കെ ഓഫ് 1 is equal to ഡെൽറ്റ എഫ് ക്യൂ കെ ഓഫ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അവിടെ എന്തല്ല വാരിയേഷൻ, ഇവിടെ പൊസിഷനിലുള്ള വാരിയേഷൻ ഇല്ല, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ചുള്ള വാരിയേഷൻ ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. വെൻ ക്യൂ കെ ഡാഷ് ആവുന്ന കേസിൽ, ദാറ്റ് ഈസ് വെൻ ക്യൂ കെ ടെൻസ് ടു ക്യൂ കെ ഡാഷ് ആവുമ്പോൾ എന്തുണ്ടാവും, ക്യൂ കെ ഡാഷ് ക്യൂ കെ പ്ലസ് ഡെൽറ്റ ക്യൂ കെ ആയിരിക്കും. ക്യൂ കെ ഡാഷ് ഇസ് ഈക്വൽ ടു സം ക്യൂ കെ പ്ലസ് ഡെൽറ്റ ക്യൂ കെ. അപ്പോൾ അതിൽ നിന്ന് ക്യൂ കെ ഡാഷ് ആവുന്ന കേസിൽ ക്യൂ കെ ബിക്കംസ് ക്യൂ കെ ഡാഷ് ആവുന്ന ഈ ഒരു പോയിന്റിൽ, ദാറ്റ് ഈസ് ക്യൂ കെ ഡാഷ് മീൻസ് സം ക്യൂ കെ പ്ലസ് ഡെൽറ്റ ക്യൂ കെ ആണ്, ക്യൂ കെ പ്ലസ് ഡെൽറ്റ ക്യൂ കെ. ഓർ ക്യൂ കെ ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം, ക്യൂ കെ ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂ കെ പ്ലസ് സം ഡെൽറ്റ ക്യൂ കെ പ്ലസ് ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി. ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി, അത് വാരിയേഷൻ്റെ ഡെഫിനേഷൻ എന്ന് വരുന്നൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഇതിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ എഫിൻ്റെ വാരിയേഷൻ എടുക്കുകയാണ്. ദ ഡെൽറ്റ വാരിയേഷൻ ഓഫ് എനി ഫംഗ്ഷൻ ഈസ് ഡെൽറ്റ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ ടി, ജനറൽ വാരിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റ ക്യൂ കെ is equal to നമ്മൾ ഇക്വേഷൻ ഫ്രം 3 നിന്ന് നമുക്ക് ഡെൽറ്റ ക്യൂ കെ is equal to എന്ത് കിട്ടും, ക്യൂ കെ ഡാഷ്, ഇതിൽ നിന്നാണ് ഡെൽറ്റ ക്യൂ കെ is equal to ക്യൂ കെ ഡാഷ് മൈനസ് ക്യൂ കെ, ഡെൽറ്റ ക്യൂ കെ is equal to ക്യൂ കെ ഡാഷ് മൈനസ് ക്യൂ കെ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ കെ ഡാഷ് ക്യൂ കെ പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ കെ ആയിരിക്കും. ക്യൂ കെ ഡാഷ് k equal to delta qk into qk delta t. Okay, which is equal to delta qk into qk delta t എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ക്യൂ കെ ഡോട്ട് ഇടാൻ വിട്ടു വരുന്നത് ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ടി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഡെൽറ്റ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഡെൽറ്റ ക്യൂ കെ ഡോട്ട് പ്ലസ് ക്യൂ കെ ഡബിൾ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെൽ എഫിൽ ഈ ജസ്റ്റ് ഡെൽറ്റ ക്യൂ കെയും ഡെൽറ്റ ക്യൂ കെ ഡോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ, എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും മതി, പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ക്യൂ കെ ഡബിൾ ഡോട്ട് ഡെൽറ്റ ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ ടി ഡെൽറ്റ ടി.
അപ്പോൾ അതിൽ ഡെൽറ്റ ടി വരുന്ന ടേംസൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് സിഗ്മ കെ ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ. നെക്സ്റ്റ് സിഗ്മ കെ ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡബിൾ ഡോട്ട് പ്ലസ് ഒരു ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി. അപ്പം ഈ ഒരു ഇക്വേഷന് ഇത്രയും ടേമിനെ നമുക്ക് ഡെൽറ്റ എഫ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം, വിച്ച് ഈസ് ഡെൽറ്റ എഫ്. ദെൻ ഈ ടേം ഡി എഫ് ബൈ ഡി ടി വിച്ച് ഈസ് ഡെൽറ്റ എഫ്, ഇത് ഡി എഫ് ബൈ ഡി ടി ആണ്. കാരണം രണ്ടും ഡെറിവേറ്റീവ് വ്യത്യാസമുണ്ട്. ഇത് ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ ആണ്. ഇവിടെ ക്യൂ കെ ഡോട്ട് പറഞ്ഞാൽ എന്താണ്, ഡി ക്യൂ കെ ബൈ ഡി ടി അല്ലേ. അപ്പോൾ ഇത് ഡി എഫ് ബൈ ഡി ടിയും ഇത് ഡെൽറ്റ എഫും. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി പ്ലസ് ഡി എഫ് ബൈ ഡി ടി ഇക്വേഷൻ നമ്പർ 4. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റർ ക്യാപിറ്റൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഇൻറ്റു ടി ഇൻറ്റു ഡി ബൈ ഡി ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു ഓപ്പറേറ്റർ കിട്ടി. അപ്പോൾ പൊട്ടിറ്റസ് ഇക്വേഷൻ നമ്പർ 5. ഈ ഒരു റിലേഷൻ്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡെൽറ്റയും ക്യാപിറ്റൽ ഡെൽറ്റയും സ്മോൾ ഡെൽറ്റയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ നേടി. നമ്മൾ ലീസ്റ്റ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡെൽറ്റ വേരിയേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിരുന്നു. ഇനി നമ്മൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം നമുക്കറിയാം ഡെൽറ്റ ഓഫ് ഇൻ്റഗ്രൽ സിഗ്മ പി കെ ക്യൂ കെ ഡോട്ട് ഡി ടി is equal to 0 വിച്ച് ഈസ് സോ എങ്ങനെ എഴുതാം, ഡെൽറ്റ സിഗ്മ ടി ഇൻ്റഗ്രൽ ടി 1 to T2 സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് ഡി ടി is equal to 0. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. നമുക്ക് ഹാമിൽട്ടൺ ജാക്കോബി ഫംഗ്ഷൻ അറിയാം. W is equal to ഇൻ്റഗ്രൽ T1 to T2 സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട്. ഇതിനെ അബ്രിവേറ്റഡ് ആക്ഷൻ എന്നാണ് വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മോസ്ഫെർട്ടിസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് യൂഷ്വലി റെഫേർഡ് ആസ് മോപ്പർട്ടിസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ആക്ഷൻ എസ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 to T2 എൽ ഡി ടി ആണ് നമുക്കറിയാം. അതിന് നമ്മൾ വാരിയേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എസ്സിൽ ആക്ട് ചെയ്യുമ്പം എസ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽറ്റ എൽ ഡി ടി. ദെൻ ഡെൽറ്റൻ്റെ എക്സ്പ്രഷൻ നേരത്തെ കിട്ടിയിരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എക്സ്പാൻഡ് ചെയ്തു ഡെൽറ്റ എൽ ഡി ടി പ്ലസ് T1 to T2 ഡെൽറ്റ ടി ഇൻറ്റു ഡി എൽ ബൈ ഡി ടി. ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രൽ ഡി ടി ക്യാൻസൽ. ദെൻ ഇൻ്റഗ്രൽ ബിക്കംസ് എൽ ഡെൽറ്റ ടി, ഡി എൽ ബിക്കംസ് എൽ ഡെൽറ്റ ടി. T1 to T2 അപ്ലൈ ചെയ്യും. ദെൻ ഈ ഡെൽറ്റയ്ക്ക് അഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഡെൽറ്റൻ്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T1 to T2 ഇൻ്റഗ്രൽ സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ക്യൂ കെ ഡോട്ട് ഡി ടി പ്ലസ് എൽ ഡെൽറ്റ ടി T1 to T2. നെക്സ്റ്റ് നമുക്ക് ലഗ്രാഞ്ചസ് ഇക്വേഷൻ അറിയാം. അപ്പോൾ ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. അതിൽ നമുക്ക് എന്ത് കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ. പുട്ടിറ്റസ് ഇക്വേഷൻ നമ്പർ 11. ഇനി ഡെൽറ്റ ക്യൂ കെ അപ്പോൾ എന്ത് വരും, ഈ ഒരു നിന്ന് ഡെൽറ്റ ഓഫ് ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടും. സിമിലർലി ഡെൽറ്റ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റ ക്യൂ കെ. പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 12. ഇക്വേഷൻ 11 12 നമ്മൾ ഇക്വേഷൻ 9 ഫസ്റ്റ് പാർട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഡെൽറ്റ എസ് കണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്ന റിസൾട്ട് മാത്രമാണ് ഞാൻ എഴുതുന്നത്. വി ഗെറ്റ് എന്ത് കിട്ടും, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി കെ ഡെൽറ്റ ക്യൂ കെ പ്ലസ് എൽ ഡെൽറ്റ ടി T1 to T2. പൊട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 30. ഇനി ഇക്വേഷൻ 5 നിന്ന് ഡെൽറ്റ ക്യൂ കെ കണ്ടെടുക്കുക. അതായത് ഡെൽറ്റ ഓപ്പറേറ്റർ അല്ല ഇക്വേഷൻ 5 അതിൽ ക്യൂ കെ എന്ന് കൊടുക്കുമ്പോൾ ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡെൽറ്റ ടി ഇൻറ്റു ഡി ക്യൂ കെ ബൈ ഡി ടി വിച്ച് ഈസ് ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡെൽറ്റ ടി ഇൻറ്റു ക്യൂ കെ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ എന്ത് കിട്ടും, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ ഇസ് ഈക്വൽ ടു ഇൻറ്റു പി കെ വരും. ദാറ്റ് ഈസ് പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ മൈനസ് പി കെ ഡെൽറ്റ ടി ക്യൂ കെ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, പി കെ പറഞ്ഞാൽ എന്തായിരുന്നു, ഡോ എൽ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് പി കെ ഡെൽറ്റ ക്യൂ കെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ഡോ എൽ, ജസ്റ്റ് ഈ ഒരു ടേം നോക്കിയാൽ മതി. ആ ഒരു ഇതിൽ ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡി ബൈ ഡി ടി ഓഫ് പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ. ഓക്കെ അല്ലേ, ഡി ബൈ ഡി ടി ഓഫ് പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് പി കെ ഡെൽറ്റ ക്യൂ കെ ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി കെ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ടി. പി കെ ക്യൂ കെ ഡോട്ട് ഡെൽറ്റ ടി അത് എക്സ്പ്രഷൻ കിട്ടും, ഇവിടെ നിന്ന് കിട്ടും.
ജസ്റ്റ് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ഇവിടുന്ന് കിട്ടും. d/dt രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് എടുത്താൽ മതി. d/dt ഓഫ് പി കെ ഇൻറ്റു ഡെൽറ്റ ക്യൂ കെ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എക്സ്പാൻഷൻ പറഞ്ഞാൽ എങ്ങനെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഓഫ് പി കെ ഇൻറ്റു, ഇതൊരു ഡെറിവേറ്റീവാണ്, ഡെൽറ്റ ടി ഉണ്ട്, ദെൻ ക്യൂ കെയും ഡെൽറ്റ ക്യൂ കെ ഉണ്ട്. അപ്പോൾ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി ജസ്റ്റ് അതിന് കിട്ടിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഈ 14, അതായത് ഇപ്പം കിട്ടിയ ഇക്വേഷൻ 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി ഗെറ്റ് അഗൈൻ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ കിട്ടുക നോക്കാം. അപ്പോൾ ഇക്വേഷൻ 9 എന്തായിരുന്നു, ഇക്വേഷൻ 9 ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ t1 to t2 എൽ ഡി ടി പ്ലസ് എൽ ഡെൽറ്റ ടി t1 to t2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 14 സ്മോൾ ഡെൽറ്റ t1 to t2 എൽ ഡി ടിക്ക് ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതിയില്ലേ അല്ലേ, ഡെൽറ്റ t1 to t2 എൽ ഡി ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻ പോയിൻറ്റിൽ ഡെൽറ്റ ക്യൂ കെ is equal to 0 ആയിട്ട് എടുക്കും. ആദ്യം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ദെൻ എൻ പോയിൻറ്റിൽ ഡെൽറ്റ ക്യൂ കെ is equal to 0 ആയിട്ട്. എന്നിട്ട് അങ്ങനെ ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ഞാൻ അതൊക്കെ ഒഴിവാക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാത്രമാണ് ഞാൻ എഴുതുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു പറഞ്ഞാൽ ഞാൻ എഴുതുന്നത്. ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു എൽ മൈനസ് സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് t1 to t2. വി ഹാവ് എൽ മൈനസ് സിഗ്മ പി കെ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു എച്ച്, ദാറ്റ് ഈസ് മൈനസ് എച്ച് ഡെൽറ്റ ടി t1 to t2. ഇനി നമ്മൾ സിസ്റ്റത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഡോച്ച് ബൈ ഡോട്ട് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ ഡോച്ച് ബൈ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വേരിയേഷൻ ഡെൽറ്റ t1 to t2 എച്ച് ഡി ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഉള്ളിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് നാം ഇതിന് മാറ്റിയത് എച്ച് കോൺസ്റ്റൻ്റ് ആണല്ലോ, എച്ച് ഇൻറ്റു ഡി ഓഫ് ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ക്യാൻസൽ ചെയ്യുമ്പം എച്ച് ഡെൽറ്റ ടി t1 to t2. അപ്പോൾ ജസ്റ്റ് എച്ച് ഡെൽറ്റ ടി t1 to t2 നമ്മൾ നേരത്തെ കിട്ടിയ ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മൈനസ് ഡെൽറ്റ t1 to t2 എച്ച് ഡെൽറ്റ ടി is equal to എന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ ഇത് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഡെൽറ്റ എസ് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻ്റഗ്രൽ t1 to t2 എൽ ഡി ടി അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്, മൈനസ് എച്ച് ഡെൽറ്റ ടി. അതിന് പകരമാണ് നമ്മുടെ ഇവിടെ എച്ച് ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ t1 to t2 എച്ച് ഡി ടി എന്ന് കിട്ടുന്നത്. അപ്പം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് എന്ത് കിട്ടും, ഡെൽറ്റ അതേപോലെ എഴുതി t1 to t2 എഴുതി, ഇവിടെ മൈനസ് എച്ചിന് നമ്മൾ എന്ത് കിട്ടി, ഇൻ്റഗ്രൽ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ t1 to t2 എൽ ഡി ടി. അപ്പോൾ ഡെൽറ്റ കോമൺ ആയിട്ട് എഴുതി, ഡെൽറ്റ എൽ ഡി ടി, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു, ദെൻ ബാക്കി ഉണ്ടാവുക എൽ പ്ലസ് ഇവിടെ മൈനസ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ പ്ലസ് എച്ച് ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 0. രണ്ടും ഈക്വൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് എടുത്താൽ ഡെൽറ്റ എസ് വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡെൽ ടി ടി, മനസ്സിലായോ. അതായത് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ t1 to t2 എൽ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ഡെൽറ്റ ടി ടി ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ട് ഇൻ്റഗ്രൽ ഡെൽറ്റ t1 to t2 എച്ച് ഡി ടി ഇസ് ഈക്വൽ ടു എച്ച് ഡെൽറ്റ ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി, ദാറ്റ് ഈസ് എൽ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് ഉണ്ടാവും, എൽ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു ആക്ച്വലി ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 0 കിട്ടും. ദാറ്റ് ഈസ് എൽ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് എന്ന് കിട്ടും. ഓർ ഡെൽറ്റ എൽ ഡി ടി ഇസ് ഈക്വൽ ടു, ഓർ സ്പേസിൽ ഞാനിവിടെ ഇവിടെ എഴുതുന്നുണ്ട് ഈ ഒരു സ്പേസിൽ. ഫൈനലി എന്ത് കിട്ടും, ഡെൽറ്റ ഇൻ്റഗ്രൽ t1 to t2 എൽ ഡി ടി സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡെൽറ്റ t1 to t2 സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് ഡി ടി ഇസ് ഈക്വൽ ടു 0. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വേരിയേഷൻ മെത്തേഡിൽ ഇവിടെ ക്യാപിറ്റൽ ഡെൽറ്റ വേരിയേഷൻ യൂസ് ചെയ്തിട്ട് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഡെൽറ്റ വേരിയേഷൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, അത് ഇടയ്ക്ക് ഒരു 1 വെയിറ്റേജിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെൽറ്റ വേരിയേഷൻ ആ ഫിഗറൊക്കെ വെച്ചിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുക. പിന്നെ ഇത് ഫുൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. ആക്ച്വലി വേരിയേഷൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ ഈ വേരിയേഷൻ്റെ മാത്തമാറ്റിക്സ് നിങ്ങൾ സെക്കൻഡ് സെമ്മിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷനിലുണ്ടാവും. അപ്പോൾ ഞാൻ കാൽക്കുലേഷനിൽ കുറച്ച് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്ന നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആക്കുക. അപ്പോൾ നോട്ട്സിൽ കറക്റ്റ് ആണോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഡോട്ടും അങ്ങനെയൊക്കെ മാറിപ്പോവേണ്ട. അപ്പോൾ നിങ്ങൾ ഉപാധ്യായൻ്റെ ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്തിട്ട് ഈ ഭാഗം നന്നായിട്ട് നോക്കുക. ഓക്കെ, കാരണം കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയാണിത്, അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ട് വീണ്ടും വീണ്ടും വായിക്കാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.